പാം ഷുഗറും ബനാനയും ഓട്സും വെച്ചിട്ടാണ് നമ്മളിന്ന് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ബട്ടർ 80 ഗ്രാം. ഇതിൽ നമ്മൾ 2 എഗ്ഗ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസ്, 1/2 ടീസ്പൂണ് സിന്നമൺ പൗഡർ. ഇത് നമ്മളിതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യണം. ഈ വാനില എസൻസും സിന്നമൺ പൗഡറും ഇപ്പം ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് എഗ്ഗിൻ്റെ സ്മെല്ല് ഒട്ടും വരില്ല കേട്ടോ. നമുക്ക് ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഇവിടെ മാറ്റി വെക്കാം. ഇത് നമ്മൾ പൊടിച്ചു വെച്ച നമ്മുടെ റോൾഡ് ഓട്സ് ആണ്, 100 ഗ്രാം. കൂടെ തന്നെ 1/4 കപ്പ് വീറ്റ് പൗഡർ, 2 പിഞ്ച് ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, സോൾട്ട് 1 പിഞ്ച്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ വെറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ അകത്തേക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാതെ മിക്സ് ചെയ്തെടുക്കണം. പെട്ടെന്ന് മിക്സായി കിട്ടും കേട്ടോ, അടിപൊളിയായിട്ട്. ഇതൊരു 5 മിനിറ്റ്സ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. തിക്കായി പോകണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു 3 പഴം നമുക്ക് എടുക്കാം. ഇച്ചിരി നല്ലപോലെ പഴുത്തിരിക്കുന്നത് എടുക്കണേ. ഇത് നമ്മൾ ഇതേ മാഷ് ചെയ്തെടുക്കണം. അങ്ങനെ പഴം മാഷ് ചെയ്ത് ഇട്ട് കൊടുക്കുവാണേ. എന്നിട്ടിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഇത്രേ ഉള്ളൂ. നമ്മുടെ കേക്കിൻ്റെ ഏകദേശം മിക്സ് കഴിഞ്ഞു. ഒരു 50 ഗ്രാം ചോക്കോ ചിപ്പും കൂടി ഇട്ട് കൊടുക്കണ്ടേ. നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി നമുക്ക് ടിന്നിലേക്ക് ഇടാം. കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഇടണേ, ഒരു രസത്തിന് കേട്ടോ. പ്രീ ഹീറ്റ് ആയിട്ടിരിക്കുന്ന OTGയിലേക്ക് വെച്ച് കൊടുക്കാം. 35 മിനിറ്റ്സ് ആണ് ഞാൻ വെക്കുന്നത്. നല്ല അരോമയാ പഴത്തിൻ്റെ.